പിറ്റേ ദിവസം രാവിലെ തന്നെ ആഷിയും കൂട്ടരും അനുവുമായി ഗസ്റ്റ് ഹൗസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അവർ. എടാ, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ദേവൻ ഒരു ഇളിയോടെ ചോദിച്ചു. അതെന്തിനാ? നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്? അവിടെ ചെന്നിട്ട് കഴിച്ചാൽ പോരെ? ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആഷി ദേവനോടായി ചോദിച്ചു. വീട്ടിൽ ചെന്നാൽ കിട്ടില്ലെന്ന് അറിയുന്നത് കൊണ്ടല്ലേ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞത്? ദേവൻ ദയനീയമായി പറഞ്ഞു. അതെന്താ, വീട്ടിലിന്ന് വല്ല നിരാഹാര സമരവുമാണോ? ദത്തൻ അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, മിക്കവാറും ഇന്ന് അത് തന്നെ ആവാനാ ചാൻസ്, ദേവൻ വീണ്ടും ആരോടെന്നില്ലാതെ പറഞ്ഞു. നീ ചുമ്മാ അർത്ഥം വെച്ച് സംസാരിക്കാതെ കാര്യം പറയടാ പുല്ലേ, ആഷി കലിപ്പിട്ടു. എടാ, നീയൊക്കെ മണ്ടന്മാരാണോ? നമ്മൾ നാലാളും മാത്രമല്ല അങ്ങോട്ട് പോകുന്നത്, ഒപ്പം ഇവളും ഉണ്ട്. ചോദ്യം ചെയ്യലും വിചാരണയും കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ തന്നെ ഉച്ച കഴിയും. പിന്നെ എപ്പോൾ കഴിക്കാനാണ്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പിറകിലേക്ക് തിരിഞ്ഞ് അനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ദേവൻ വയറ് തടവി. ഓ, ഇവനെ കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മമാർക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, ദത്തൻ ദേവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്, കണ്ടാ മതി, ദേവൻ ചുണ്ടുകൊട്ടി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇവൾ അന്യൊന്നുമല്ല അവരൊക്കെ അകറ്റി നിർത്താൻ. എൻ്റെ ആഷിച്ചായൻ്റെ പെണ്ണ. നിങ്ങൾ നോക്കിക്കോ, അവരെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഇവളെ, അനുവിനെ ചേർത്തിരുത്തിക്കൊണ്ട് ധന്യ ഉറപ്പോടെ പറഞ്ഞു. അവൾ പറഞ്ഞതൊക്കെ കേട്ട് സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭയം അനുവിനെ അലട്ടിയിരുന്നു. പ്രതീക്ഷകൾക്ക് വിപരീതമായി എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവളുടെ ഹൃദയം 10 മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. എടാ, പേടിയാവുന്നു. എല്ലാവരും ഉണ്ടല്ലോ മുന്നിൽ തന്നെ. ഇവർക്കൊന്നും അകത്തൊരു പണിയുമില്ലേ? ജാനകിയമ്മ വരെ ഉണ്ടല്ലോ. വണ്ടി പോർച്ചിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി പേടിയോടെ ആഷി പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ആദ്യം ഇറങ്ങടാ. തേങ്ങ, അങ്ങോട്ട് ഇറങ്ങടാ. അവര് നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല. കൂടിപ്പോയാൽ ഒരടി, അത്രയേ ഉള്ളൂ. സിമ്പിൾ. അവനെ നോക്കി ഇളിയോടെ പറഞ്ഞുകൊണ്ട് ദേവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവന് പിറകെ ദത്തനും ധന്യയും ആഷിയും പേടിയോടെ തന്നെ പുറത്തേക്കിറങ്ങി. എവിടെയായിരുന്നു ഇതുവരെ? പുറത്തേക്ക് ഇറങ്ങിയതും ആനിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം അവരുടെ കാതുകളിൽ പതിച്ചു. അത് മമ്മി, ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ, ധന്യ വിക്കി വിക്കി എങ്ങനെയോ പറഞ്ഞു. അവിടെ എന്താ നിങ്ങൾക്ക് ഇത്രയും അത്യാവശ്യം? എവിടെ പോണെന്ന് പറഞ്ഞിട്ടാ നീയൊക്കെ ഇവിടുന്ന് പോയതെന്ന് ഓർമ്മയുണ്ടോ? പാർവതി മുന്നിലേക്ക് വന്ന് എല്ലാത്തിനെയും ഒന്ന് കൂർപ്പിച്ചു നോക്കി. പാറൂട്ട, ഞങ്ങളിന്ന് വന്നില്ലേ, പിന്നെന്താ? ആഷി അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ നിനക്കൊക്കെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും കയറി വരാനുമാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? ഞങ്ങൾ അങ്ങ് പോയേക്കാം, നിന്റെയൊക്കെ തോന്നിയാസം നടക്കട്ടെ, സാവിത്രി കല്ലുള്ളിക്കൊണ്ട് പറഞ്ഞു. ദത്തൻ സിദ്ധുവിനെ നോക്കി. എന്താ കാര്യമെന്ന് കണ്ണുകൊണ്ട് തിരക്കി. അറിയില്ലെന്ന് സിദ്ധുവും കൈമലർത്തി കാണിച്ചു. സോറി, വരാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി, ആഷി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. പോ എല്ലാം അകത്തേക്ക്. ഇനി ഇത് ആവർത്തിക്കരുത്. നേരത്തും കാലത്തും വീട്ടിൽ വന്നേക്കണം, എവിടെ പോയതാണെങ്കിലും, മനസ്സിലായോ? ആനി താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാനായി തിരിഞ്ഞു. മമ്മി, അവർ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആഷിയുടെ വിളി അവരെ തേടിയെത്തി. എന്താ? അവർ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അത് പിന്നെ. അവരുടെ ചോദ്യത്തിന് മുന്നിൽ ആഷി ഒന്ന് പതറി. എന്താടാ? എന്താണെങ്കിലും വേഗം പറയ്. എല്ലാവരും അവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് സംശയത്തോടെ നോക്കി നിന്നു. ദേവനും ദത്തനും തന്നെയും വിയർക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ അവൻ ഇത് പറഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് ഓർത്തവർ ഭയന്നു. ധന്യയെ എമിയും നിവിയും കണ്ണ് കാണിക്കുന്നുണ്ട്, എന്താ എന്നൊക്കെ ചോദിച്ചു. അവളൊന്നും പറയാതെ കണ്ണടച്ച് കാണിച്ചു. അത് മമ്മി, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. അവൾക്ക് എന്നെയും. അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ അവളെ എനിക്കൊപ്പം കൂട്ടി, എൻ്റെ പെണ്ണായിട്ട്. നിങ്ങളും അവളെ സ്വീകരിക്കണം. അതും പറഞ്ഞ് ആരുടെയും മുഖത്ത് നോക്കാതെ ആഷി കാറിനരികിലേക്ക് ചെന്ന് ഡോർ തുറന്ന് അനുവിനെ കൈപിടിച്ച് പുറത്തേക്കിറക്കി. എന്നിട്ട് അവളുടെ കൈപിടിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരും അവനൊപ്പം അനുവിനെ കണ്ട് ഞെട്ടി. ഇവളോ? അനുവിനെ കണ്ട് ഞെട്ടിക്കൊണ്ട് ആനി ചോദിച്ചു. അതേ മമ്മി, എനിക്കിവളെ ഇഷ്ടമാണ്. ഇവളെ ഇനിയും തനിച്ചാക്കാൻ എനിക്ക് കഴിയില്ല. നടക്കില്ല ആഷി, നിന്റെ ഈ തോന്നിയാസം ഇവിടെ നടക്കില്ല. അത്രയും നേരം എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്ന ജേക്കബ് മുന്നിലേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. പപ്പാ, ആഷി ഇടറുന്ന സ്വരത്തിൽ വിളിച്ചു. വിളിക്കണ്ട എന്നെ. നിങ്ങളുടെയൊക്കെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടു നിന്നിട്ടുള്ളവനാ ഞാൻ. ഇനി അത് നടക്കില്ല. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, അയാൾ തീർത്തും പറഞ്ഞു. ഇതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ആനിയും അവരെ കൈയൊഴിഞ്ഞു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. താൻ വീണ്ടും ആരുമില്ലാത്തവളായി. ഇനിയും ഇവിടെ നിന്നാൽ ഈ മനുഷ്യനോടുള്ള ഇവരുടെയൊക്കെ സ്നേഹം ഞാൻ കാരണം നഷ്ടമാകും. അത് പാടില്ല. പോണം, എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. അവൾ കണ്ണുകൾ ഉയർത്തി ആഷിയെ നോക്കി. ജേക്കബിനെ തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുകയാണ് അവൻ. അനു എല്ലാവരെയും ഒന്ന് നോക്കി. സാവിത്രിയുടെയും പാർവതിയുടെയും ആനിയുടെയും ഒക്കെ കണ്ണുകളിൽ അവളോടുള്ള ദേഷ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടുതലൊന്നും താനും പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ സങ്കടം?
എന്ത് കാര്യത്തിലാണ് അവർ തന്നെ ഇഷ്ടപ്പെടേണ്ടത്? കുറച്ച് തൊലിവെളുപ്പല്ലാതെ എന്താണ് തന്നിലുള്ളത്? ആരോരുമില്ലാത്ത ഒരുവൾ. ഒന്നുമില്ല കയ്യിൽ. 1 രൂപ നാണയം പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരു തെണ്ടിപ്പെണ്ണ്. ദൈവഭാഗ്യം കൊണ്ട് മാനം മാത്രം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിലും ഒരു പരിധിവരെ തീരുമാനമാകും. ഓരോ ഓർമ്മകളിൽ അനുവിൻ്റെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. പപ്പ, എന്താ ഇത്? അവന് അവളെ ഇഷ്ടമായത് കൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സമ്മതമില്ലാതെ ഇവളെ ഇവന് താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാമായിരുന്നു. അത് ചെയ്യാതെ അവളുടെ കൈപിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത് നിങ്ങൾക്കൊക്കെ അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനാ, അല്ലാതെ ആരെയും പേടിച്ചിട്ടല്ല. ദത്തൻ മുന്നിലേക്ക് വന്ന് ജേക്കബിനെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ കൂടുതൽ സംസാരിക്കേണ്ട ദത്ത. ശരിയാ നീ പറഞ്ഞത്. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവും ഇവൻ താലി കെട്ടാതെ ഇവളെ കൊണ്ടുവന്നത്. നിനക്കതില്ലാത്തത് കൊണ്ടാവുമല്ലേ ഞങ്ങളുടെ സമ്മതം ചോദിക്കാതെ ധന്യയെ നീ താലി കെട്ടി സ്വന്തമാക്കിയത്? മമ്മി, ആനി പുച്ഛത്തോടെ പറഞ്ഞതും ദത്തൻ അവരെ സങ്കടത്തോടെ വിളിച്ചുപോയി. നിർത്ത്. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അനുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും എന്തെന്ന ഭാവത്തിൽ അവളെ നോക്കി. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ പൊയ്ക്കോളാം. അറിയാതെ മനസ്സിൽ എപ്പോഴും ഒരിഷ്ടം തോന്നിപ്പോയി. അർഹതയില്ലെന്ന് ഒരു 100 തവണ ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാ. പക്ഷേ കഴിഞ്ഞില്ല. ഇപ്പൊ നന്നായി മനസ്സിലാക്കുന്നു. ഈ മുറ്റത്ത് പോലും നിൽക്കാനുള്ള അർഹത എനിക്കില്ല. ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. അവൾ കരഞ്ഞുകൊണ്ട് ആനിക്കും ജേക്കബിനും മുന്നിൽ കൈകൾ കൂപ്പി. നിങ്ങളുടെ മകന് ഞാൻ ചേരില്ല. ഒരിക്കലും ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായി ഞാൻ വരില്ല. പോവുകയാണ്. കണ്ണുകൾ തുടച്ച് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൾ പോകാനായി തിരിഞ്ഞു. അവളുടെ വാക്കുകളിൽ പകച്ചു നിൽക്കുകയാണ് ആഷി. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അനു, അവന്റെ സ്വരം വല്ലാതെ ഇടറിപ്പോയി. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അവന്റെ കൈയെടുത്തു മാറ്റി. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ചേരില്ല. നിങ്ങൾക്ക് ചേരുന്ന എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വിഷമമില്ല. പോട്ടെ. അവനെ ഒരിക്കൽ കൂടി പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവൾ കണ്ണുകൾ വെട്ടിച്ച് തിരിഞ്ഞു നടന്നു. അനു, നിൽക്ക്. ആഷി അവളെ പോകാൻ അനുവദിക്കാതെ വീണ്ടും അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എങ്ങോട്ട് പോകും നീ? ഇല്ല, ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ആഷി കൊച്ചുകുട്ടികളുടെ വാശിയോടെ അവളുടെ കയ്യിലെ പിടിമുറുക്കി. അതുകണ്ട് ദേഷ്യത്തോടെ ആനി അവരിൽ നിന്നും മുഖം തിരിച്ച് വീടിനകത്തേക്ക് കയറിപ്പോയി. ദത്തനും ധന്യയും ദേവനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീർപ്പ് മുട്ടി. ദത്തൻ ആഷിയെ ചങ്കു പറയുന്ന വേദനയോടെ നോക്കി. തന്റെ ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് അവൻ ഈ സാഹസത്തിന് മുതിർന്നത്. തെറ്റായിപ്പോയി. എല്ലാം ഒന്ന് നേരെയായിട്ട് അവരുടെ കാര്യം അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ ഈ മാറ്റം മനസ്സിലാകുന്നില്ല ഈശ്വര. ദത്തൻ സ്വയം നേറി. ഇച്ചായ, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ എൻ്റെ നില മറന്നു. അതെന്റെ തെറ്റാണ്. പിന്നെ പോകാനൊരിടം. ആരോരുമില്ലാത്തവർക്ക് പോകാൻ ഒരുപാട് സ്ഥലം ഈ ഭൂമിയിലുണ്ട്. അതിലൊരിടം എനിക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. വിഷമിക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് ചേരില്ല. എന്നെ വിട്ടേക്ക്. ഇവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കാൻ വേണ്ടി ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല. എന്നെ വിട്. ആഷിയുടെ കയ്യിൽ നിന്ന് തന്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് അനു വെട്ടിത്തിരിഞ്ഞ് ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കാനാഞ്ഞു. നിൽക്ക്. പിറകിൽ നിന്ന് ആനിയുടെ ശബ്ദം കേട്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി. കയ്യിൽ ഒരു കത്തിച്ച മെഴുകുതിരിയുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണവർ. അനു സംശയത്തോടെ അവരെ നോക്കി. സാവിത്രിയും പാർവതിയും നടന്ന് അവൾക്കടുത്തേക്ക് വന്നു. അവർ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളിൽ തലോടി. പേടിച്ചു പോയോ എൻ്റെ മോള്? സാവിത്രി വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. അനു അപ്പോഴും സംശയത്തോടെ എല്ലാവരെയും നോക്കുകയാണ്. ആഷിയുടെയും ദത്തന്റെയും ധന്യയുടെയും ദേവന്റെയും ഒക്കെ അവസ്ഥ അതുതന്നെ. അവർ സംശയത്തോടെ എല്ലാവരെയും കറങ്ങി നോക്കുന്നുണ്ട്. എല്ലാവരിലും പുഞ്ചിരിയാണ്. ഒന്നും മനസ്സിലാകാതെ അവർ എല്ലാവരെയും മിഴിച്ചു നോക്കി നിന്നു. നീയൊക്കെ ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട. ഞങ്ങളോട് പറയാതെ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ശിക്ഷയെങ്കിലും ഞങ്ങളും തരണ്ടേ? ജേക്കബ് മുന്നോട്ട് വന്ന് ആഷിയുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ ഇവൻ അപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. എന്നാ പിന്നെ ഒരു ചെറിയ പണി തന്നിട്ട് അകത്തേക്ക് കയറ്റിയാൽ മതിയെന്ന് ഞങ്ങളും അങ്ങോട്ട് തീരുമാനിച്ചു. ആനി സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ഗമയോടെ പറഞ്ഞു. ആഷിയും ദത്തനും ദേവനും നല്ല വെടുപ്പായിട്ട് സിദ്ധുവിനെ നോക്കി പല്ല് കടിച്ചു. അവൻ ഞാനീ നാട്ടുകാരനെ അല്ലെന്ന പോലെ സിറ്റൗട്ടിന്റെ തൂണിന്റെ ഭംഗി നോക്കുന്ന തിരക്കിലാണ്. എമിയും നിവിയും ഓടി വന്ന് അനുവിന്റെ 2 സൈഡിൽ നിന്നു. ധന്യ അങ്ങോട്ട് ചെന്ന് രണ്ടിനെയും തള്ളി മാറ്റി അനുവിനെ പിടിച്ചോണ്ട് മുന്നോട്ട് നടന്നു. എന്നിട്ട് അവരെ നോക്കി കണ്ണുരുട്ടി. മോളെ എമി, പണി പാളിയടി. ഇന്ന് എല്ലാവരും കൂടി നമ്മളെ പഞ്ഞിക്കിടും. ധന്യയുടെ നോട്ടം കണ്ട് നിവിയുടെ നെഞ്ചിൽ വെള്ളിയിടി വെട്ടി. ഉറപ്പായി. എമി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. വാ മോളെ. ഒന്നിലും പ്രതികരിക്കാതെ പ്രതിമ കണക്ക് നിൽക്കുന്ന അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാവിത്രി ആനിക്കരികിലേക്ക് ചെന്നു നിന്നു. ദാ
ഇത് ഐശ്വര്യമായിട്ട് വാങ്ങിക്കോ. ഇപ്പോൾ ഈ മെഴുകുതിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ട് കഴിഞ്ഞിട്ട് അമ്മ നിലവിളക്ക് തന്ന് മോളെ സ്വീകരിക്കാം. തൽക്കാലം ഇത് പിടിക്ക്, ആനി സ്നേഹത്തോടെ പറഞ്ഞു. അവരുടെ അമ്മ എന്ന സംബോധന അവളെ വല്ലാതെ ഉലച്ചു. അമ്മയുടെ മരണശേഷം ആ വിളി പോലും അന്യമായിരുന്നു. ചെറിയമ്മയെ അറിയാതെ പോലും അമ്മയെന്ന് വിളിച്ചുപോയാൽ തന്നെ ആ സ്ത്രീ. അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വാ പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ഈറനണിഞ്ഞു. അവളുടെ കരച്ചിൽ ചീലുകൾ ഉച്ചത്തിലായി. ആരും അവളെ തടഞ്ഞില്ല. അവളുടെ കരച്ചിൽ സഹിക്കവയ്യാതെ ആഷി വേഗം പോയി അവളെ ചേർത്ത് പിടിച്ചു. ഒരാശ്രയം കിട്ടിയതുപോലെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. കരയല്ലേ മോളെ, ഒന്നുമില്ല. ദേ നോക്കിയേ, നിനക്കിവിടെ എല്ലാവരുമുണ്ട്. അച്ഛൻ, അമ്മ, കൂടപ്പറപ്പുകൾ എല്ലാമുണ്ട്. പിന്നെ അതിനൊക്കെ മുകളിലായി നിന്റെ ഇച്ഛാനില്ലേ? നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. അത് മറ്റാരെക്കാളും നന്നായി ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനോടുള്ള വിശ്വാസമാണ്. കണ്ണു തുടച്ചിട്ട് ഇത് വാങ്ങി ഐശ്വര്യമായി അകത്തേക്ക് കയറ്. അവളെ ആഷിയിൽ നിന്ന് വേർപെടുത്തി മെഴുകുതിരി കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആനി പറഞ്ഞു. അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ജേക്കബിനെ നോക്കി. കയറി വാ മോളെ, അയാൾ വാത്സല്യത്തോടെ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ആഷിയെ തിരിഞ്ഞു നോക്കി. അവൻ കണ്ണുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിയോടെ വലതുകാൽ എടുത്തു വെച്ച് അകത്തേക്ക് കയറി. അവൾക്ക് പുറകെയായി എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി. എന്നാലും എൻ്റെ മോളെ, എന്ത് വിശ്വസിച്ചാ നീ എവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത്? ആഷിയെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ജേക്കബ് അനുവിനോട് ദയനീയമായി ചോദിച്ചു. അത് കേട്ട് അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി.